അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നേരെ നമ്മുടെ കണ്ടൻസിലേക്ക് പോവുകയാണ്. നമ്മൾ അപ്പോൾ 2 വീഡിയോക്കായിട്ട് നമ്മൾ എൻ്റെ ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതൊക്കെ സോൾവ് ആയി ഗൈസ് കേട്ടോ. ഇനി കുഴപ്പമൊന്നും വർക്കില്ല ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കണ്ടൻസിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. കൂടെ നല്ല ഫണ്ണോടെ നമ്മൾ ഗെയിമിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ അല്ലേ വിഷ്ണു ബ്രോ? ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സ് ഒന്ന് മാറാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ഗെയിമിനാണ് ഡ്രസ്സ് മാറുന്നത് എങ്ങനെയാണ് കാണിക്കാനാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഓപ്ഷൻ കാണും. ആ ഡ്രസ്സിൻ്റെ ഓപ്ഷൻ പിടിച്ച് നിൽക്കണം. നമ്മുടെ വിഷ്ണു ബ്രോ ഇവിടെ കൂടെ ഇരിപ്പുണ്ട് സൈഡിൽ കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കണ്ടോ കുറേ ഹെയർ, ക്യാപ്പ്, ഗ്ലാസസ്, ബണ്ടാന, ഷർട്ട്, പാൻറ്റ്, നെക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഷർട്ടിൻ്റെ ഇടി നോക്കിയാൽ നമുക്ക് കുറേ സെലക്ഷൻസ് ഉണ്ട് ഗൈസ്. ഷർട്ടിൻ്റെ ഇടിനാട്ട് ഗൈസ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷർട്ടുകൾ നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് വിതൗട്ട് ഡ്രസ്സ് നമുക്കിടാം, ബനിയൻ വെച്ചിടാം കണ്ടോ. ഇങ്ങനെ കുറേ സെലക്ഷൻ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ ഇട്ട ഡ്രസ്സ്. ഓക്കെ, കുറേ സെലക്ഷൻ ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഗെയിമിനകത്ത് കണ്ടോ ഡ്രസ്സിൻ്റെ കുറേ സെലക്ഷൻ ഉണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ മഴയും പെയ്ത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പിങ്ക് കൊള്ളാമല്ലേ? ഓക്കെ, നമ്മളപ്പോൾ പിങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. പിങ്ക് എൻ്റെ അട്രാക്റ്റീവ് തോന്നുന്നു ഗൈസ് കേട്ടോ. ഇനി പാൻറ്റ് നോക്കാം. പാൻറ്റ് എൻ്റെ ഈ ജീൻസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് ജീൻസ് ഇതുകൊണ്ട് നമ്മൾ നോക്കാം. ഷോർട്സ് വേണ്ട ഗൈസ് കേട്ടോ. ഓക്കെ, ഇത് ഓക്കെ ഗൈസ്, ഇതിടാം. പിന്നെ വരുന്നത് ഹെയർ നമുക്ക് ഒന്നെങ്കിൽ ഹെയർ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് മുട്ട അടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഹെയർ ഇല്ലാതെ ഇടാം. ഓക്കെ, ഇനി ക്യാപ്പ് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അങ്ങനെയൊക്കെ കുറേ സെലക്ഷൻ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായി. ഒന്നെങ്കിൽ നമുക്ക് മുടി ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് മുടി വേണ്ടെങ്കിൽ മുടി വേണ്ട, ഇല്ലെങ്കിൽ നമുക്ക് തൊപ്പി ഇടാം കേട്ടോ. അങ്ങനെയൊക്കെ സെലക്ഷൻ ഉണ്ട്. ബണ്ടാന എന്തുവാണെന്ന് നോക്കാം. മാസ്കിനാണ് ബണ്ടാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എക്സിറ്റ് കൊടുത്താൽ നമ്മൾ എക്സിറ്റായി. എങ്ങനെയുണ്ട് വിഷ്ണു ബ്രോ? ഓക്കെ, അങ്ങനെ നമ്മൾ പിങ്ക് ഡ്രസ്സിൽ നമ്മളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ താഴെ പോകാം ഗൈസ്. മഴയൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ചാനലിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അതാരെന്നറിയാവോ? അപ്പോൾ ആ ഒരു ആളുടെ പേര് ഞാൻ ഇപ്പോൾ തന്നെ റിവീൽ ചെയ്യാണ്. കാരണം ആരും അത്രയും ഒന്നും എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം എൻ്റെ ചാനലിന് നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും, നല്ലപോലെ തന്നെ കമൻറ്റ്സ് ഇടുകയുമാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ടും പിന്നെ ഡെയിലി കമൻറ്റ്സൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ഔട്ട് പോയിരിക്കുന്നത് ഡോൺ മാർവലിനാണ് കേട്ടോ. ബിക്കോസ് റെഗുലർ വീഡിയോസിൽ കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയില്ലായിരുന്നു ഒരു ബുക്കിനകത്ത്. അതിനകത്ത് ഡോൺ മാർവൽ എന്ന ഒരു ആളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം എൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, താങ്ക്സ് ബ്രോ ആണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് പേഴ്സൺ ആണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എ ബിഗ് സല്യൂട്ട് ഫോർ ഡോൺ മാർവൽ. ഓക്കെ, അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ബൈക്കിൽ പോവാം. നമ്മൾ ഈ 2 വണ്ടി ഓടിച്ച് ബോറടിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഏകദേശം 5 കോടി രൂപ ഉണ്ട് കേട്ടോ. ഓക്കെ, 5 കോടി രൂപ ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും 5 കോടിയുടെ അടുത്തുള്ള ഒരു വണ്ടി വേണം നമുക്ക് നോക്കാൻ കേട്ടോ. ഓക്കെ, 5 കോടിയല്ല, 1 കോടിയുടെ വണ്ടി കിട്ടുമെങ്കിൽ നമ്മൾ എടുക്കാം. പക്ഷെ വണ്ടി എടുക്കുന്നതിനനുസരിച്ച് നല്ല പെർഫോമൻസ് വണ്ടിക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിവിടെ സെലക്ട് ചെയ്യണം വണ്ടി. ഇവിടെ ബൈക്കും ഉണ്ട്, കാറും ഉണ്ട് കേട്ടോ. വിഷ്ണു ബ്രോ അവിടെ വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആളൊന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ പർച്ചേസ് എന്നൊരു ഓപ്ഷൻ കാണും. അയ്യോ, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വണ്ടി മാറ്റാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യാം ഗൈസ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി ഇവിടെ ബൈക്കിൻ്റെ സെലക്ഷനാണ്. വിഷ്ണു ബ്രോ ബൈക്ക് വേണ്ടല്ലോ. ഓക്കെ, കാറ് മതി ഗൈസ് കേട്ടോ. ഇതാണ് നമ്മുടെ മറ്റേ ബൈക്ക് ഗൈസ് കേട്ടോ. ഓക്കെ, പോർഷ ഉണ്ട്, പോർഷ എടുക്കണോ ഗൈസ്? ഓക്കെ, നോക്കാം ഗൈസ്. വണ്ടി കുറേ സെലക്ഷൻ ഉണ്ട് ഗൈസ് കേട്ടോ. ഫെറാറി ഉണ്ട്, ലംബോർഗിനി ഉണ്ട്. ഈ ഒരു ക്രെട്ട ഉണ്ടായി ഗൈസ് കേട്ടോ. ആ ക്രെട്ട ഈ അപ്ഡേറ്റ് ഇതിൻ്റെ ഡെവലപ്പർ ആ ക്രെട്ട എടുത്ത് കളഞ്ഞു ഗൈസ് കേട്ടോ. ഞാൻ കുറേ നാൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിട്ട് ആ ബ്ലാക്ക് ക്രെട്ടയായിരുന്നു ഗൈസ് കേട്ടോ. എൻ്റെ ഡെവലപ്പർ അവിടെ എടുത്ത് കളഞ്ഞു ഗൈസ് കേട്ടോ. ഓക്കെ, ലംബോർഗിനി ഉണ്ട് ഗൈസ് നമുക്ക്. ഓക്കെ, ലംബോർഗിനി അല്ലല്ലേ. ഓക്കെ ഗൈസ്, ലംബോർഗിനി എടുക്കാം ഗൈസ്. പർച്ചേസ് എന്നൊക്കെ നമ്മൾ കണ്ട് ഈ ആരോ നമ്മളിങ്ങനെ ഫോളോ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് യാർഡിലാണ് കണ്ടോ, ഇവിടെ എഴുതി കാണിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്ക് യാർഡിലാണ് ഇവരുടെ ഷോറൂം വന്നിരിക്കുന്നത്. ഓക്കെ, ഇഷ്ടപ്രോവ നമുക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെവലപ്പർ നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഇവിടെ കണ്ടു നമ്മുടെ വണ്ടി വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് കണ്ടു. ഓക്കെ, മിസ്റ്റർ വിഷ്ണു ബ്രോ ആൻഡ് വിജയ് കണ്ടോ, 2 പേര് ഈ ഒരു ലംബോർഗിനി പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കണ്ടോ. ഓ, താങ്ക് യു. ഓക്കെ, ഉണ്ടോ ഗൈസ്, എൻ്റെ പ്രൗഡാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വിജയ് സ്വന്തമാക്കിയ വണ്ടിയാണ് ലംബോർഗിനി ഹൂറാക്കൺ. ഉണ്ടോ ഗൈസ്? ഓക്കെ, വിഷ്ണു ബ്രോ കയറി. വിഷ്ണു ബ്രോ ഇരിക്കുന്നു, എൻ്റെ ബ്രദർ എൻ്റെ ലംബോർഗിനി ഇരുന്നു. ഇനി നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, കണ്ടത് എൻ്റെ സ്വന്തം പൈസക്ക് ഞാൻ ലംബോർഗിനി എടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ലൈഫിൽ സക്സസ് ആവുന്നത് പിന്നെ എന്ത് വേണം കണ്ടോ. സ്വന്തമായിട്ട് നമ്മൾ ലംബോർഗിനി ഒക്കെ പർച്ചേസ് ചെയ്തത് അതിന് എന്ത് വേണം ലൈഫിൽ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഗ്യാരേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്യാരേജിൽ പോയിട്ട് നമുക്ക് സോറി ഗൈസ്, ഇത് ഗ്യാരേജ് അല്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിമിനകത്ത് ഗ്യാരേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാരേജിൽ പോയിട്ടൊക്കെ നമുക്ക് വണ്ടി വേണമെങ്കിൽ സർവീസ് ചെയ്യാൻ ഗൈസ് കേട്ടോ. സർവീസ് ചെയ്യാൻ, കളർ മാറ്റാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ ഗൈസ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഗൈസ് കേട്ടോ. നല്ല ഇൻറ്റീരിയറാണ്, ഒരു റിയാലിസ്റ്റിക് ഫീലാണ് ഇതിൽ കിട്ടുന്നത്. നല്ല ഹാൻഡലും കൂടെയാണ് ഗൈസ് കേട്ടോ. നല്ല വണ്ടി, നല്ല ഒതുങ്ങുന്ന വണ്ടിയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഉണ്ടോ. അപ്പോൾ നമ്മൾ ഹൈവേയിൽ വന്നിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഇതാണ് ഹൈവേ. ഓക്കെ, അയ്യോ സോറി ഗൈസ്. ഓക്കെ, കറക്റ്റാണ്. ഈ ഗെയിമിനകത്ത് ഷിഫ്റ്റ് പിന്നെ വാഗണറൊക്കെ ഉണ്ട് ഗൈസ് കേട്ടോ. കാരണം ബ്ലൂ കളറിലെ ഷിഫ്റ്റ് ഗൈസ് കേട്ടോ. ഓക്കെ, ബ്ലൂ കളറിലെ ഷിഫ്റ്റ് എന്താ ബ്രോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ. ഓക്കെ, ബ്രോയുടെ പേര് എന്തുവാ? ഓക്കെ ഗൈസ്, അപ്പോൾ ബ്രോയുടെ പേര് എൽവിഷ് എന്നാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, പൾസർ വണ്ടിയാണ് ഗൈസ് കേട്ടോ. ബ്രോയുടെ പൾസർ വണ്ടി. എൻ്റെ പൊന്നെ എന്തുവാ കണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ ബ്രോയുടെ പേര് എൽവിഷ്. ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ,
ബ്രോ സെൽഫി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് ബ്രോക്ക് ഒരു സെൽഫി വേണമെന്ന്. ഓക്കെ, നമ്മളിപ്പോൾ സെൽഫി ഒക്കെ എടുത്തേക്കാം. ഓക്കെ ബ്രോ, ചീസ്. ഓക്കെ ബ്രോ, താങ്ക് യു. ശരി ശരി, ഓക്കെ. അപ്പോൾ ഗൈസ് ബ്രോക്ക് ഇനിയും സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ മെയിൻ റോഡിലായിരുന്നു ഗൈസ് ബ്രോ കണ്ടത്. പിന്നെ കണ്ട് ഈ ഒരു എന്തുവാ ബ്ലൂ കളറിലെ ഷിഫ്റ്റുകാരൻ ഭയങ്കര കുഴപ്പക്കാരനാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇവൻക്കുള്ള പണി ഇന്ന് നമ്മൾ കൊടുക്കും. അങ്ങോട്ട് എൻ്റെ ഒരു പാട്ട വണ്ടി. ബാൽവീസ് ബ്രോ, നമുക്കൊന്നിച്ച് ഒരു റൈഡ് പോവാം. ബാ ബ്രോ ഒന്ന് ഫ്രണ്ടിൽ പോയിക്കോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ എൽവിഷ് ബ്രോ പോകുന്നു ഗൈസ്, കണ്ട. ഓക്കെ, പൾസറാണ് ഗൈസ് ബ്രോയുടെ ബൈക്ക് ഗൈസ്. ഇത് എൽവിഷ് ബ്രോ ആണ്. ശരി എൽവിഷ് ബ്രോ, അപ്പോൾ കാണാം പിന്നെ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ് കേട്ടോ. ഇതാ ഗൈസ് ഇവൻ പോകുന്നു. എന്തോ ഗൈസ് ഒരു ഇടയിൽ എന്തോ കണ്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അന്നത്തെ സബ്സ്ക്രൈബറിൻ്റെ കൂട്ട് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ആൾക്കാർ. കണ്ടു, ഭയങ്കര കുശുമ്പാണ് ഗൈസ് കേട്ടാ. ഉണ്ടാ ഒരു സബ്സ്ക്രൈബർ കിട്ടി എന്തോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ഇടിച്ചിടുന്ന സ്വഭാവമാണ് ഗൈസ്. അങ്ങനെ ആയിരിക്കില്ല ഗൈസ് കേട്ടോ. ആൾക്കാരാകുമ്പോൾ വെച്ച് നല്ല പ്രൗഡൊക്കെ ആയിരിക്കണം ഗൈസ് കേട്ടോ. ക്ലാപ്പൊക്കെ അടിച്ച് നല്ല ഇതാക്കണം ഗൈസ് കേട്ടോ. അല്ലാതെ നമ്മൾ നെർവസ്നെസ് ആൻഡ് ജലസ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഗൈസ് കേട്ടോ. ഓക്കെ, നല്ല പ്രൗഡായിരിക്കണം ഗൈസ് കേട്ടോ. ഓക്കെ ഗൈസ്, എൻ്റെ ഡ്രൈവിങ് എങ്ങനെയുണ്ട് ഗൈസ് ലംബോർഗിനിയുടെ? കണ്ടോ, ഇങ്ങനത്തെ ഇത്ര ഫാസ്റ്റ് ഡ്രൈവിങ് ആരും ഓടിക്കത്തില്ല ഗൈസ് കേട്ടോ. ഓക്കെ, നല്ല ഹാൻഡിലിങ്ങും കൂടെയാണ് വണ്ടിയുടെ, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറാണ് ഗൈസ്. വണ്ടി നല്ല സ്മൂത്താണ് ഗൈസ്. എന്ന് പറഞ്ഞ വണ്ടി ഓടും കേട്ടോ. ഓക്കെ, എവിടോ എത്തി ഗൈസ് കേട്ടോ. കണ്ടോ, നല്ല ഹാൻഡിലിംഗ് ആണ് വണ്ടിയുടെ കേട്ടോ. എന്ന് പറഞ്ഞ് വണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ, നമ്മൾ അറിയാതെ വഴി തെറ്റാനും പെട്ടെന്ന് വണ്ടി തിരിയും ഗൈസ്. അതാണ് വണ്ടിയുടെ പ്രശ്നം. ഞാൻ ഇതുമായിട്ട് വണ്ടിക്കടിക്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല ഗൈസ് കേട്ടോ. നല്ല ആക്സിലേഷൻ മാത്രം കൊടുത്തിട്ടുണ്ട്. നല്ല ഹാൻഡിലിംഗ് ആണ് ഗൈസ് വണ്ടിയുടെ ഗൈസ് കേട്ടോ. ഓക്കെ, ഗേറ്റ് അടച്ചിട്ടേക്കാണ് ഗൈസ് കേട്ടോ. എന്തുവാ ഗൈസ് ഇത്? ഓക്കെ, ഒന്ന് അച്ഛൻ നോക്കാതെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് എന്തുവാണ് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഡെവലപ്പർ എന്തുവാ ഇത് പുതിയതായിട്ട് എന്തോ സ്ഥിതി ചെയ്യിപ്പിച്ചതായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് എന്തോ ഡെവലപ്പർ എന്തോ അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗേറ്റ് പെർമനൻ്റ് ക്ലോസ്ഡ് ആണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഒന്നും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, എൻ്റെ അകത്ത് എന്തോ വരും ഗൈസ് കേട്ടോ. ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ ഗെയിമേഴ്സൊക്കെ എന്തുവാ ഇൻഫോം ചെയ്തേക്കും ഗൈസ് കേട്ടോ. ഓക്കെ, യൂട്യൂബിൽ ഗെയിമേഴ്സൊക്കെ ഇൻഫോം ചെയ്തേക്കും ഗൈസ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തേക്കാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തുവാ പിന്നെ ഒരു അടുത്ത ഗെയിമിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗെസ് ചെയ്യണം. കാരണം എന്തുവാ 5 മാസമായി ആ വീഡിയോ വന്നിട്ട് ഗൈസ്, ആ ഒരു ഗെയിമിംഗ് വീഡിയോ ഗൈസ്. ഇതുവരെയായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല. ആ വീഡിയോയിലായിരുന്നു നമ്മുടെ ഡോൺ മാർവലിൻ്റെ ആദ്യത്തെ കമൻറ്റ് വന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഏത് വീഡിയോ ആണ് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ് കേട്ടോ. ഓക്കെ, ആ വീഡിയോക്കായിട്ടായിരുന്നു നമ്മുടെ ഡോൺ മാർവലിൻ്റെ ആദ്യത്തെ കമൻറ്റ് വന്നിരിക്കുന്നത് ഗൈസ് കേട്ടോ. അപ്പോൾ ഓക്കെ, അതിന് അത്യാവശ്യമുള്ള വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് എന്തുവാ ആ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ് വീഡിയോ. വിളിച്ചപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് സൈനിങ്